റോയ് ചായ, CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞതേയുള്ളൂ. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് CPM-ലെ ഒരു പുതിയ കാഴ്ചയല്ലേ? തീർച്ചയായിട്ടും ഈ വിഭാഗീയത കത്തി നിന്ന കാലത്ത് പോലും, അതായത് പ്രത്യേകിച്ച് മലപ്പുറം സമ്മേളനത്തിലൊക്കെയാണ് വിഭാഗീയത അതിൻ്റെ ഏറ്റവും കരുത്താർജിക്കുകയും ഏറ്റവും വലിയ രീതിയിൽ വെട്ടിനിരത്തലും ഒക്കെ നടന്നത്. അന്നൊന്നും നേതൃത്വത്തിനെതിരെ ഡയറക്റ്റായിട്ടുള്ള, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ഡയറക്റ്റായിട്ടുള്ള ഒരു വിമർശനവും ഉയർന്നിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നടന്ന കണ്ണൂർ സമ്മേളന കാലത്ത് പോലും അദ്ദേഹത്തിനെതിരെ അങ്ങനൊരു വിമർശനം ഉയർന്നത്. കാരണം അതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എല്ലായിടത്തും പിണറായി വിജയൻ പങ്കെടുക്കും, 3 ദിവസം അവിടെ പങ്കെടുക്കുന്ന പതിവുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി വിമർശനം ഉന്നയിക്കാനുള്ള ധൈര്യം ഒരു പക്ഷെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാവാം പലരും ഈ കഴിഞ്ഞ സമ്മേളനങ്ങൾ, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടന്ന 2 സമ്മേളനങ്ങളിലും അങ്ങനൊരു പ്രവണത കണ്ടിട്ടില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു സംഭവമാണ് കൊല്ലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. പിണറായി വിജയൻ ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല. പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനാണ് ഈ സമ്മേളന ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതിനിധികൾ ഭരണത്തെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ രൂക്ഷമായ രീതിയിലാണ് വിമർശിച്ചത്. പ്രത്യേകിച്ച് മന്ത്രിമാരുടെ പെർഫോമൻസിനെ കുറിച്ച്, രാജ്യസഭാംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഒക്കെ തന്നെ ഇഴകേറി അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുകയൊക്കെ ചെയ്തത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹം മൈക്ക് ഓപ്പറേറ്ററെ ആയിട്ട് വഴക്ക് പറഞ്ഞത്, മോശം ഭാഷ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും നേതൃത്വത്തെയും ഭരണ സംവിധാനങ്ങളെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനും ആരോപണങ്ങൾ ഉയർത്താനുമുള്ള ധൈര്യം ഈ പാർട്ടിയിൽ, ഇത്തരത്തിൽ നേതൃത്വത്തെ എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം പാർട്ടി ഫോറത്തിൽ ഉണ്ട് എന്നുള്ള സങ്കല്പത്തെ അത് ഏറ്റവും നന്നായിട്ട് വിനിയോഗിച്ച ഒരു സംഘം പ്രതിനിധികളെ കുറിച്ചാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതൊരു നല്ല സംഭവം. ഒരു വളരുന്ന ജനാധിപത്യ പാർട്ടിയിൽ മുഖത്ത് നോക്കി നേതാവിൻ്റെയോ നേതൃത്വത്തിൻ്റെയോ ഒക്കെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എന്ന് പറയുന്നത് അത് നല്ല കാര്യം തന്നെ, വളരുന്ന ഒരു പാർട്ടിയുടെ സ്വഭാവമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഭരണത്തിനെയും മുഖ്യമന്ത്രിയെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ ആൾക്കാർ മുന്നോട്ട് വന്നത്, പ്രതിനിധികൾ മുന്നോട്ട് വന്നു എന്നുള്ളത് ഒരു പുതിയ പ്രവണതയാണ്. തിരുത്തണമെന്ന് അണികളോട് പറയുന്നതല്ല, നേതാക്കളും തിരുത്തണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടത്. പലരുടെയും പെരുമാറ്റത്തിലെ സ്വഭാവങ്ങൾ മാറ്റണമെന്ന് പറയുന്നു. ചിരിക്കാത്ത പാർട്ടി സെക്രട്ടറിയോട് ചിരിക്കണമെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഈ മന്ത്രിമാരുടെ ശൈലിക്കകത്ത് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നീതി കിട്ടുന്നില്ല, സർക്കാർ ഓഫീസുകളിൽ പോയിട്ട് CPM-ൻ്റെ അംഗങ്ങളായ ആൾക്കാർക്ക്, പാർട്ടി പ്രവർത്തകർക്ക് ഒരു തരത്തിലുള്ള നീതി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള വകുപ്പ് തിരിച്ചും വകുപ്പിനെക്കുറിച്ചൊക്കെ കൈ ചൂണ്ടി തന്നെ വർത്തമാനം പറയാൻ അവർ ധൈര്യം കാണിച്ചു. അപ്പോൾ അതൊരു പുതിയ നല്ല സംഭവമാണ്. ആ തരത്തിൽ നേതൃത്വത്തെ വിമർശിക്കാൻ, നേതൃത്വം വിമർശനത്തിന് അതീതരല്ല എന്നുള്ള കൃത്യം മെസ്സേജ് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് നേതൃത്വം തിരുത്തുമെന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിനെക്കുറിച്ചുള്ള പരാതികൾ, മറ്റു വകുപ്പുകളെക്കുറിച്ചുള്ള പരാതികൾ, ഇപ്പം മുഹമ്മദ് റിയാസിനെ കുറിച്ചും പരാതി പലരും പറഞ്ഞു. പ്രവർത്തിക്കാത്ത ഘടകകക്ഷി മന്ത്രിമാരെക്കുറിച്ചുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എത്ര കണ്ട് ഈ തിരുത്തും എന്നുള്ളത്. പിന്നെ കൊല്ലത്ത് നടന്നതായത്, കൊല്ലത്ത് ജനപ്രതിനിധിയായ മുകേഷിനെതിരെയും വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടു. അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ പാർട്ടിയിൽ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറായതിനെക്കുറിച്ചൊക്കെയാണ് വലിയ തോതിലുള്ള വിമർശനം വന്ന്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മേരിക്കാൻ വലിയ പാടായിരുന്നു. ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് പെരുമാറാൻ കഴിയുന്നില്ല. പുള്ളി നടനായിട്ടാണ് ഇപ്പോഴും അണികളോട് പെരുമാറുന്നത് എന്നൊക്കെയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. അപ്പോൾ ഇതിനകത്തെ ഈ പുറമേ കാണുന്ന പോലെ അത്ര സുഖകരമായ രീതിയിലല്ല പാർട്ടിക്കുള്ളിലും ഭരണത്തിനുള്ളിലും നടക്കുന്നെന്നുള്ള അണികൾക്ക് ആ ഒരു ധാരണയുണ്ട്. ആ ധാരണ തിരുത്തേണ്ടത് ആരാണ്? നേതൃത്വത്തിലുള്ളവരും ഭരണ നേതൃത്വത്തിലുള്ളവരുമാണ് തിരുത്തേണ്ടത്. അത് തിരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടത്. പക്ഷേ ഒരു കാര്യം, അത്ര സ്മൂത്തല്ല കാര്യങ്ങൾ എന്നുള്ള ഭരിക്കുന്നവരെക്കുറിച്ച് പാർട്ടി അണികൾക്ക് അത്ര വലിയ അഭിപ്രായമൊന്നും ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നടന്നിട്ടുണ്ട്. കാരണം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കേണ്ടതായതുകൊണ്ടാണ് ജില്ലാ സമ്മേളനം അവിടെ ആദ്യം നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ജില്ലകളിൽ ഇതിൻ്റെ ചൂട് പിടിച്ചായിരിക്കാം. കാരണം അവരെല്ലാവരും ഇത് കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ചൂട് പിടിച്ചായിരിക്കാം ഇനിയുള്ള വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ വരാനിടയുള്ളത്. പക്ഷേ
ഒരു നല്ല സൂചനയാണ് പാർട്ടി അണികളിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി തിരുത്തപ്പെടണം, ഞങ്ങളുടെ പാർട്ടി നല്ലതായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള അണികളുടെ ആഗ്രഹമാണ് ഇവിടെ ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുക. അല്ലാതെ വെറും വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ലല്ലോ അവർ പറയുന്നത്. നമ്മുടെ പാർട്ടിക്കകത്ത് ഇന്ന മോശം പ്രവണതകളുണ്ട്, അത് തിരുത്തണമെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും നല്ല സമീപനമാണ്. ഈ നേതൃത്വത്തിനെതിരെ ഉണ്ടായ വിമർശനം എന്ന് പറയുമ്പോഴേ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. അതൊന്നും CPM-ൽ ഉണ്ടാകുന്നില്ല. കാരണം സംസ്ഥാന സെക്രട്ടറി അത് നേരത്തെ കോടിയേരി ആയിരുന്നപ്പോഴായിരുന്നാലും പിണറായി ആയിരുന്നപ്പോഴൊന്നും ഇല്ലാത്തൊരു രീതിയിലാണ് ഗോവിന്ദൻ വിമർശിക്കപ്പെടുന്നത്. അതിന് 2-3 കാരണങ്ങൾ. തുടർ ഭരണം പാർട്ടി അണികളുടെ ഇടയിൽ പല വ്യത്യസ്ത തരത്തിലാണ് അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കൂട്ടർ പറയുന്നു 1-ാം പിണറായി സർക്കാർ പോലെ 2-ാം പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഈ നേതൃത്വത്തിൻ്റെ സമീപനങ്ങൾ, പാർട്ടി പ്രവർത്തകരോടുള്ള സമീപനങ്ങൾ, പിന്നെ പുതിയ പാർട്ടി സെക്രട്ടറിയുടെ പെരുമാറ്റ സ്വഭാവങ്ങൾ, ഇതൊക്കെ തന്നെ ആ ജനം കാണുന്നതല്ലേ. ഇതൊന്നും ഇരുമ്പ് മറയ്ക്കകത്തല്ലല്ലോ നടക്കുന്നത്. ഇപ്പോൾ പൊതുവേദിയിൽ പെരുമാറുന്നതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. തൊഴിലാളി വർഗ്ഗ പാർട്ടിയാണെന്ന് പറയുന്നത് ഒരു തൊഴിലാളിയായ മൈക്ക് ഓപ്പറേറ്ററോട് ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറി പെരുമാറുന്നു എന്ന് പറയുന്നത് അത് പലർക്കും അത് ഒരു ശരിയായ പ്രവണതയായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയെ വിമർശിക്കുന്നതും ഭരണകൂടത്തെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ എല്ലാം മുന്നിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനകത്ത് വലിയ തോതിൽ തോൽവിയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ മത്സരിച്ച ഒരു സീറ്റ്, സ്വന്തം സീറ്റ് റീറ്റെയിൻ ചെയ്യാൻ പറ്റിയെങ്കിലും മറ്റ് 3 സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ അവർ വലിയൊരു ഒരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് പാർട്ടി ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെ അകന്നു പോകുന്നു എന്നുള്ള അവരുടെ ഒരു ആശങ്കയാണ് വിമർശനമായിട്ട് വന്നത്. അതൊരു നല്ല സംഭവം തന്നെയാണ്. കാരണം തിരുത്തണം എന്ന് പറയുമ്പോൾ നേതൃത്വം തിരുത്തണം എന്നുള്ള ഒരു ഡയറക്റ്റ് മെസ്സേജാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അണികൾ മാത്രം തിരുത്തിയാൽ പോരല്ലോ, നേതൃത്വം തിരുത്തണം എന്നുള്ള ഒരു വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു അറ്റാക്കാണ്. അതായത് ഈ തുടർ ഭരണം കൊണ്ട് തന്നെ CPM നേതാക്കൾക്കിടയിൽ മോശം പ്രവണത ഉണ്ടെന്ന് അണികൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അണികൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് എത്ര കണ്ട് അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം ഈ പിണറായി വിജയനെതിരെ പറഞ്ഞ ആരോപണങ്ങളിനകത്ത് ഒരു പ്രധാന സാധനം ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം പല ഭാഗങ്ങളിൽ കാണാനുണ്ട്. CPM പ്രവർത്തകർക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടുന്നില്ല, പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പോലീസിൻ്റെ പല പെരുമാറ്റ രീതികളും സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്നു, പാർട്ടി പ്രവർത്തകർക്ക് അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ള ഡയറക്റ്റ് വിമർശനങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു വകുപ്പുകളിൽ നിന്നുള്ള വികസന പ്രക്രിയകളൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല. പിന്നെ അവരെല്ലാവരും പറഞ്ഞ ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്തത് വലിയൊരു പാകപ്പിഴയായിട്ടാണ് പറഞ്ഞത്. പിന്നെ പുതുമുഖങ്ങളെ കൊണ്ട് വെച്ചതുകൊണ്ട് സർക്കാരിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റും. പരിചയസമ്പന്നരുടെ അഭാവം മന്ത്രിമാരുടെ പെർഫോമൻസുകളിൽ കാണാനുണ്ട്. ഒരു മന്ത്രിയും അത്ര മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് ആരും പറയുന്നില്ല. എല്ലാ തരത്തിലും ഘടകകക്ഷികളുടെ ആയാലും CPM-ൻ്റെ മന്ത്രിമാരും നോട്ട് അപ് ടു ദ മാർക്ക്, അതായത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് എല്ലാ വകുപ്പുകളെക്കുറിച്ചും ഉണ്ടായത്. ഇനി തിരുത്തലുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം അവരെല്ലാം ആശങ്കയോടുകൂടി കാണുന്നത് ഇത്തരത്തിൽ തിരുത്താൻ തയ്യാറാവാതിരുന്ന ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എല്ലാ പ്രതിനിധികൾ സംസാരിക്കാൻ തയ്യാറായതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തിരുത്തിയില്ലെങ്കിൽ രക്ഷയില്ല എന്നുള്ള കൃത്യ മെസ്സേജുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യസഭയിലേക്ക് വിട്ട സ്ഥാനാർത്ഥികളെക്കുറിച്ച് റഹീമിൻ്റെ പെർഫോമൻസിനെക്കുറിച്ച് പറയുന്നു, ആര്യ രാജേന്ദ്രനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ പാർട്ടിക്കകത്ത് സ്ഥാനങ്ങൾ കൊടുത്തവരും അതിനെ പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നില്ല എന്നുള്ള വളരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഞാൻ കാണുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിലെ നല്ല പ്രവണതയാണ്. അല്ലാതെ തമ്പ്ര എന്ന് പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ എസ് മാസ്റ്റർ എന്ന് പറഞ്ഞു പോകുന്ന പ്രവണതയെക്കാട്ടിലും നല്ലതാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നേതൃത്വത്തിൻ്റെ മുഖത്ത് നോക്കി വെട്ടിത്തുറന്ന് പറയുന്നത് ഒരു വളരുന്ന പാർട്ടിയുടെ നല്ല പ്രവണതയാണ്.